എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ എപ്പിസോഡ് 2 ആയിട്ടാണ് വന്നിരിക്കുന്നത്. എപ്പിസോഡ് 1-ൽ നമ്മൾ സണ്ണിനെ പറ്റിയിട്ടായിരുന്നു പറഞ്ഞിരുന്നത്. ഈ എപ്പിസോഡിൽ നമ്മൾ സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായ മെർക്കുറി അഥവാ ബുധൻ എന്ന ഗ്രഹത്തിനെ പറ്റിയിട്ടാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബുധനെ പറ്റിയിട്ടുള്ള കൂടുതൽ കൗതുകകരമായ കാര്യങ്ങളും പ്രത്യേകതകളുമൊക്കെ ഈ വീഡിയോയിലൂടെ നോക്കാം. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമാണ് എന്നതിലുപരി സൗരയൂഥത്തിലെ ഏറ്റവും ചെറിയ ഗ്രഹമാണ് ബുധൻ. ഏറ്റവും ചെറിയ ഗ്രഹം എന്ന് പറയുമ്പോൾ നമ്മുടെ ഭൂമിയുടെ ഉപഗ്രഹമാണ് ചന്ദ്രൻ. ചന്ദ്രനേക്കാൾ വളരെ കുറച്ചുകൂടി വലുപ്പമേ ബുധനുള്ളൂ. അത്രയ്ക്കും ചെറിയൊരു പ്ലാനറ്റാണ് ബുധൻ എന്ന് പറയുന്നത്. നമ്മളിപ്പോൾ പറഞ്ഞു, അതായത് സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റാണ് ബുധൻ എന്ന്. ഏറ്റവും അടുത്തെന്ന് പറയുമ്പോൾ ആ സൂര്യനും ബുധനും തമ്മിലുള്ള ദൂരം എത്രയാണെന്ന് അറിയാമോ? ഏകദേശം 58 മില്യൺ കിലോമീറ്റേഴ്സാണ്. പ്രപഞ്ചത്തെ സംബന്ധിച്ച് ഇത് വളരെ ചെറിയൊരു ദൂരമാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് അത് വളരെ വലിയൊരു ദൂരമാണ്. അതുമാത്രമല്ല, മെർക്കുറി ഒരു റോക്കി പ്ലാനറ്റാണ്. അതായത് അതിൻ്റെ ഉപരിതലം പാറക്കല്ലുകൾ, ഗർത്തങ്ങൾ അതുപോലെയുള്ള കാര്യങ്ങൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അല്ലാതെ വ്യാഴത്തെ പോലെ വാതകങ്ങൾ കൊണ്ടുള്ള ഒരു ഗ്രഹമല്ല ബുധൻ എന്ന് പറയുന്നത്. ഇതൊരു റോക്കി പ്ലാനറ്റാണ്. അതുപോലെ തന്നെ മെർക്കുറിയുടെ, അതായത് ബുധൻ്റെ അറ്റ്മോസ്ഫിയർ വളരെ തിൻ ലെയറാണ്. അതായത് ബുധൻ്റെ സർഫേസിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ബുധന് അറ്റ്മോസ്ഫിയർ എന്ന് പറയാൻ മാത്രം ഒരിതുള്ളൂ. കൂടുതലായിട്ടും എക്സോസ്ഫിയർ ആണ് മെർക്കുറിക്കുള്ളത്. അതുകൊണ്ട് തന്നെ പല ക്രേറ്റേഴ്സും മറ്റും ചന്ദ്രനിലെ പോലെ തന്നെ മെർക്കുറിയിലും ഉണ്ട്. ബുധനിൽ കുറേ ഗർത്തങ്ങളുണ്ട്. ഇതിനകത്ത് ഏറ്റവും വലിയ ഒരു ഗർത്തമാണ് കലോറിയ പ്ലാനറ്റിയ. ഈ ഗർത്തത്തിന് ഏകദേശം 1550 കിലോമീറ്ററോളം വ്യാസമുണ്ട്. ഇത് ബുധൻ്റെ ഏകദേശം 1/3 ഭാഗത്തോളം വലിപ്പമുള്ള ഒരു ഗർത്തമാണ്. അതുമാത്രമല്ല, മെർക്കുറിയുടെ ഭൂരിഭാഗവും കോർ, അതായത് ഏറ്റവും ഉൾക്കാമ്പാണ് മെർക്കുറിയുടെ മൊത്തത്തിലുള്ള ഭാഗത്തിൽ ഏറ്റവും കൂടുതലായിട്ടുള്ളത്. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള പ്ലാനറ്റ് ആയതുകൊണ്ട് തന്നെ ബുധനിൽ നല്ല ചൂടായിരിക്കും. പക്ഷേ ഏറ്റവും ചൂട് കൂടിയ പ്ലാനറ്റ് മെർക്കുറി അല്ല. എങ്കിലും മെർക്കുറിയിൽ നല്ല ചൂടാണ്. പകൽ സമയത്ത് ഏകദേശം 430 ഡിഗ്രി സെൽഷ്യസോളം ബുധനിൽ ചൂടുണ്ട്. പ്രത്യേകിച്ച് അറ്റ്മോസ്ഫിയർ തിന്നായതുകൊണ്ട് തന്നെ പകൽ സമയം അവിടെ ചൂട് കൂടുതലും രാത്രി സമയം, അതായത് വെളിച്ചം അടിക്കാത്ത ഭാഗത്ത് കൊടും തണുപ്പുമായിരിക്കും. ഏകദേശം -180 ഡിഗ്രി സെൽഷ്യസ് ആണ് വെളിച്ചം അടിക്കാത്ത ഭാഗത്ത് മെർക്കുറിയിലെ ടെമ്പറേച്ചർ. സൂര്യനോട് ഏറ്റവും അടുത്തുള്ള ഗ്രഹമായതുകൊണ്ട് തന്നെ ഇതിന് സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ കുറച്ച് ദിവസങ്ങൾ മതി. അതുകൊണ്ട് തന്നെ ഇത് ഫാസ്റ്റസ്റ്റ് പ്ലാനറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇതിന് ഭൂമിയിൽ അനുഭവപ്പെടുന്ന 89 ദിവസം മതി സൂര്യനെ ഒരു തവണ പരിക്രമണം ചെയ്യാൻ. അതായത് മെർക്കുറിയിലെ ഒരു വർഷം എന്ന് പറയുന്നത് ഭൂമിയിൽ അനുഭവപ്പെടുന്ന 89 ദിവസമാണ്. വർഷത്തിൽ വളരെ ചുരുങ്ങിയ ഒരു കാലയളവ് കൊണ്ടാണ് മെർക്കുറിയിൽ ഒരു വർഷം ഭൂമിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ദിവസവും കുറവ് സമയമായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷേ അതങ്ങനെയല്ല. ഭൂമിയിൽ അനുഭവപ്പെടുന്ന ഏകദേശം 59 ദിവസം കൊണ്ടാണ് മെർക്കുറി ഒരു തവണ സ്വയം കറങ്ങുന്നത്. അതായത് അവിടുത്തെ ഒരു രാത്രിയും പകലും കഴിയാനായിട്ട് ഭൂമിയിൽ അനുഭവപ്പെടുന്ന 59 ദിവസങ്ങൾ വേണ്ടിവരും. മാത്രമല്ല, നമ്മുടെ ഭൂമിക്ക് ചന്ദ്രൻ എന്ന് പറയുന്ന ഉപഗ്രഹമുണ്ട്. അതായത് ഭൂമിയുടെ ഒരു നാച്ചുറൽ സാറ്റലൈറ്റ് ആണ് മൂൺ. പക്ഷേ മെർക്കുറിക്ക് ഇതുപോലെ ഒരു ഉപഗ്രഹമില്ല. സൂര്യനോട് വളരെ അടുത്തായതുകൊണ്ടാണ് ഇങ്ങനെ മെർക്കുറിക്ക് ഉപഗ്രഹങ്ങളൊന്നും ഇല്ലാത്തത്. മാത്രമല്ല, മെർക്കുറിയെ പറ്റി അധികം ആർക്കും അറിഞ്ഞുകൂടാത്ത ഒരു പ്രത്യേകതയാണ് മെർക്കുറിയിലെ വ്രിങ്കിൾസ്. അതായത് നമ്മുടെ കൈ ഒരുപാട് സമയം വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ കയ്യിൽ ഇങ്ങനെ കുറച്ച് പാടുകൾ വരും. അതിനെയാണ് നമ്മൾ വ്രിങ്കിൾസ് എന്ന് പറയുന്നത്. ഇതുപോലെ മെർക്കുറിയിൽ മൈലുകളോളം നീണ്ടു കിടക്കുന്ന കുറച്ച് പാടുകളുണ്ട്. ഇതിനെയാണ് മെർക്കുറിയിലെ വ്രിങ്കിൾസ് എന്ന് പറയുന്നത്. ഇതിന് കാരണം മെർക്കുറിയുടെ കോർ ഭാഗം തണുത്ത് ഉള്ളിലേക്ക് ചുരുങ്ങും. ഇത് കാരണമാണ് മെർക്കുറിയുടെ ഉപരിതലത്തിൽ വ്രിങ്കിൾസ് എന്ന് പറയുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകുന്നത്. ഈ ഗ്രഹത്തിന് മെർക്കുറി എന്ന പേര് എവിടെ നിന്നാണ് ലഭിച്ചതെന്നറിയാമോ? നമ്മുടെ സൗരയൂഥത്തിലെ എല്ലാ ഗ്രഹങ്ങളുടെ പേരും ഗ്രീക്ക്, റോമൻ ദേവതകളുടെയും ദേവന്മാരുടെയും ഒക്കെ പേരുകളാണ്. മെർക്കുറി എന്ന് പറയുന്നത് റോമൻ മെസ്സഞ്ചർ ഗോഡാണ്. അതായത്
ഈ മെർക്കുറി എന്ന് പറയുന്ന ഈ ഗോഡ് വളരെ വേഗത്തിൽ മെസ്സേജുകൾ പാസ് ചെയ്തിരുന്ന ഒരു ഗോഡാണ്. ഇതുപോലെ തന്നെ ബുധൻ വളരെ വേഗത്തിലാണ് സഞ്ചരിക്കുന്നത്. ഇതിന് കാരണം അത് സൂര്യനോട് അടുത്തായതുകൊണ്ടാണ്. ഭൂമിയിൽ നിന്ന് നോക്കുമ്പോഴും നമ്മുടെ ആകാശത്ത് അത് വളരെ വേഗത്തിൽ തന്നെയാണ് സഞ്ചരിക്കുന്നത്. അതുകൊണ്ട് ആ വേഗതയെ മുൻനിർത്തിയാണ് മെർക്കുറി എന്ന പേര് ഈ ഗ്രഹത്തിന് നൽകിയത്. ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോയിൽ സൂര്യനോട് തൊട്ടടുത്ത പ്ലാനറ്റായ മെർക്കുറിയെ പറ്റിയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. കൂടുതൽ അറിവുകൾ നേടാൻ കഴിഞ്ഞു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇനി നമ്മുടെ സോളാർ സിസ്റ്റത്തിൻ്റെ അടുത്ത ഒരു എപ്പിസോഡ് എന്ന് പറയുന്നത് സൂര്യനോട് അടുത്ത രണ്ടാമത്തെ ഗ്രഹമായ വീനസ് അഥവാ ശുക്രനെ പറ്റിയാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ബൈ.